ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് രണ്ട് കൈകളും ചേർത്ത് വെച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്കും നിങ്ങളുടെ പേഴ്സണിലേക്കും അട്രാക്റ്റ് ആവാനും നെഗറ്റീവായിട്ടുള്ള എല്ലാ തോട്ട്സും നിങ്ങളിൽ നിന്ന് റിമൂവ് ആവാനും പ്രാർത്ഥിക്കാം കേട്ടോ. എന്നിട്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന കാർഡ്സ്, അതിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്സ് ആണ്. ഈ റീഡിങ് ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാല്യൂഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരും കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോയാലോ. ഇവിടെ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. 5 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരവസ്ഥ. യെസ്റ്റർഡേ നൈറ്റ് അവർക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഉറക്കം വരാത്തൊരവസ്ഥ. മനസ്സിലായോ? നിങ്ങൾ കുറേ കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഇത് നിങ്ങളും അവരും തമ്മിൽ മിണ്ടാതിരിക്കുന്ന അവസ്ഥയാവാം, കാണാതിരിക്കുന്ന അവസ്ഥയാവാം. ആ സിറ്റുവേഷനിൽ അവർ നിങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ അവർ ചിന്തിച്ചിരുന്നു, നിങ്ങൾ ഇല്ലെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകാം, പതിയെ പതിയെ നിങ്ങളുടെ ഓർമ്മകൾ മറന്നു പോക്കോളൂ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന എനർജി ആയിരുന്നു. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ദിവസങ്ങളുടെ എണ്ണം കൂടുന്തോറും അവർക്ക് നിങ്ങളുടെ ഓർമ്മ നഷ്ടപ്പെടുകയല്ല, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ കൂടി കൂടി വരുന്ന എനർജിയാണ് ഇവിടെ ഫസ്റ്റ് കാർഡിൽ കാണിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അത്രത്തോളം അവർ നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് അവർക്ക് സ്വയം തോന്നുന്നൊരു അവസ്ഥ. അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് 5 ഓഫ് സോർഡ്സ് കാർഡ്. നെക്സ്റ്റ് കാർഡ് എന്താ? ദ ലവേഴ്സ് ആണ്. ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രണയം അവർക്ക് ഉണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് മറക്കാം, നിങ്ങളെക്കുറിച്ച് വേണ്ട, ഫാമിലി പറഞ്ഞിട്ടായിരിക്കാം, ഒരു തേർഡ് പാർട്ടി പറഞ്ഞിട്ടായിരിക്കാം അവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവുക. എങ്കിൽ അവർ റിയലൈസ് ചെയ്യുകയാണ്, ഓരോ ദിവസം ചെല്ലും തോറും എൻ്റെ പേഴ്സൻ്റെ ഓർമ്മകൾ ഇങ്ങനെ കൂടി കൂടി വരികയാണ്, എനിക്ക് അവരിലേക്ക് ചെല്ലാതെ പറ്റില്ല, ഞാനും അവരും തമ്മിൽ സോൾമേറ്റ് കണക്ഷൻ എന്തോ ഉണ്ട്, അതെനിക്ക് യൂണിവേഴ്സ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ പ്രണയം എനിക്ക് അവരിലേക്ക് ഇത്രയും നാളും കൊടുക്കാതിരുന്ന ആ സ്നേഹം എനിക്ക് അവരിലേക്ക് കൊടുക്കണം എന്നവർ ചിന്തിക്കുന്നു. നൈറ്റ് അവർ ചിന്തിക്കുന്ന അവസ്ഥയാണ് കാണിക്കുന്നത്. അടുത്ത കാർഡ് 9 ഓഫ് സോർഡ്സ് ആണ്. അവർ നൈറ്റ് മെയർ ഒക്കെ കാണുന്നുണ്ട്, അവരൊത്തിരി വിഷമിക്കുന്നുണ്ട്, അവർക്ക് പേടിയാണ്. ഇനി ഇത്രയും നാൾ നിങ്ങളിലേക്ക് വരാതെ ഇനി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വേണ്ടാന്ന് പറയൂ, ഇനി ഈ ബന്ധം വേണ്ടാന്ന് പറയൂ, ഇയാളെ വേണ്ടാന്ന് പറയൂ, ഇനി റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറയൂ, അങ്ങനെയൊക്കെ ഒത്തിരി ഭയപ്പെടുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. രാത്രിയിൽ അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ. എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് അവരുടെ വരവ്. അവർക്ക് ഈ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്ന അവസ്ഥയിൽ അവർ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് എൻ്റെ പേഴ്സണിലേക്ക് പോകണം, ഇങ്ങനെയൊക്കെ ഞാൻ സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്, യൂണിവേഴ്സ് എനിക്ക് അതിനുള്ള വഴി കാണിച്ച് തരുമോ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് അവർക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. അവർക്ക് ചുറ്റും പ്രകാശം വന്നു നിറയുന്നു. എന്തിന്? നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്താൻ യൂണിവേഴ്സ് വഴി കാണിച്ചു കൊടുക്കുന്നു എന്നാണ് ഇവിടെ 6 ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഫ്രണ്ട്സോ അവരെ സഹായിക്കാനായിട്ടുണ്ടാവാം നിങ്ങളിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടാവാം, അവരിത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് അറിയാണ്ടല്ല, എങ്കിൽ അവർ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന് ചോദിച്ചിട്ടുള്ള എനർജീസും ഉണ്ടാകാം. ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഇടനിലക്കാരി നിങ്ങളിലേക്ക് വന്ന് ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അവർ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കും ആയിരിക്കും, നിങ്ങൾ എന്നെ വേണ്ടാന്ന് പറയില്ലായിരിക്കും എന്നൊക്കെ അവർ തന്നെ ചിന്തിക്കുന്നുണ്ട്. യൂണിവേഴ്സ് ബ്ലസ് ചെയ്യും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരൊരു ഫാമിലിയാണ് ആഗ്രഹിക്കുന്നത്. 10 ഓഫ് കപ്സ് കാർഡ് കണ്ടോ? നിങ്ങളുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ്, അവിടെ കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. 10 ഓഫ് കപ്സ് കാർഡിൽ അത്രമേൽ പ്രണയം നിങ്ങളോടുണ്ട് അവർക്ക്. ഏസ് ഓഫ് കപ്സ് കാർഡ് കണ്ടോ? അവർ 2 കൈകളും ചേർത്ത് നെഞ്ചോട് വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അവരുടെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോടുള്ള പ്രണയം
സ്നേഹമൊക്കെ അതുപോലെ അത് കൂടിയെന്നേ ഉള്ളൂ. അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയപ്പോൾ ചിലപ്പോൾ അവിടെ അവസാനിപ്പിച്ച് പോയതായിരിക്കാം. പക്ഷേ യൂണിവേഴ്സായിട്ട് തന്നെ അവരുടെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടുവന്ന് നിങ്ങളാണ് എല്ലാം എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് എന്താ, ആദ്യത്തെക്കാളും ഇരട്ടി പ്രണയമാണ് നിങ്ങളോട്. നിങ്ങൾ കൈവിട്ട് പോവോ എന്നുള്ള ടെൻഷനുണ്ട്. എന്നാൽ നിങ്ങളിലേക്ക് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളായിട്ടുള്ള കുടുംബം വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അത്രമേൽ പ്രണയം നിങ്ങളോടുണ്ട്, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത്രയും കാർഡ്സ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. എന്നാൽ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങി. നിങ്ങളിപ്പോൾ ഒരു സമ്പാദ്യം ഇല്ലാത്തൊരു പേഴ്സൺ ആയിരിക്കാം, എന്തെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുന്നൊരു പേഴ്സൺ ആയിരിക്കാം. എങ്കിൽ നിങ്ങളിപ്പോൾ മാറി ചിന്തിച്ച് തുടങ്ങി. കുറേ പേര് കരിയർ വൈസ് നോക്കി, എഡ്യൂക്കേഷൻ വൈസ് നോക്കി, അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്നാണ് ഇവിടെ കാണിക്കുന്നത്. കുറേശ്ശെയായിട്ട് സമ്പാദ്യശീലം വന്നു തുടങ്ങി. അവർക്കൊപ്പം നിൽക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം വന്നു തുടങ്ങി എന്ന് തന്നെയാണ് ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾ കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ സമ്പാദ്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ചെയ്യാന്നുള്ള പേരിലൊക്കെ ആവാം ചിലവരുടെ എനർജിയിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറവ്, സാമ്പത്തികപരമായിട്ട് ഫാമിലി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതൊക്കെ തരണം ചെയ്യാനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിലും ഏണിങ്സ് വന്നു തുടങ്ങി എന്നാണ് ഇവിടെ കാർഡ്സ് കാണിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ? ഇവിടെ 2 ഓഫ് പെന്റക്കിൾ ആണ്. എന്നെ വിട്ടുപോയ പേഴ്സൺ ഇനി എന്നിലേക്ക് വരുമ്പോൾ ഞാൻ സ്വീകരിക്കണോ വേണ്ടയോ? ഇനി അവരെന്നെ വിട്ടുപോകില്ല എന്ന എന്താ ഉറപ്പ്? നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ എല്ലാം ആയിട്ട് ആ പേഴ്സൺ എന്നിലേക്ക് വരുവാന്ന്. ഇപ്പം നിങ്ങൾ റീഡിങ്സ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ആ പേഴ്സൺ എന്നിലേക്ക് വരുവാണെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടൊക്കെ പറയുന്നുണ്ടാവാം. അപ്പോൾ വരികയാണെങ്കിൽ ഞാൻ അവരെ സ്വീകരിക്കണോ വേണ്ടയോ? അവരെന്നിൽ നിന്ന് മടങ്ങിപ്പോവോ? ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവോ? ഇനി അവരെന്നിൽ നിന്ന് പോയാൽ ഞാൻ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്യും? ഞാൻ എങ്ങനെ സ്വീകരിക്കണം എന്നൊക്കെ ഒരു ചിന്തിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളുടെ എനർജി ഇവിടെ കാണിക്കുന്നത്. 2 ഓഫ് പെന്റക്കിൾ ആണ്. എന്നാൽ നിങ്ങളുടെ പേഴ്സൺ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആരെങ്കിലോടൊക്കെ പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ മെസ്സേജസ് ഒക്കെ വിടുന്നുണ്ടാവാം, കോള് ചെയ്യുന്നുണ്ടാവാം, ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടാവാം. നിങ്ങളിലേക്ക് തന്നെ എഫേർട്ട് എടുക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് എത്താനായിട്ട് അവരൊത്തിരി ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇത്രയും കാര്യങ്ങൾ അവരുടെ സ്വപ്നങ്ങളിൽ വന്ന കാര്യവും ഈ 2 കാർഡ്സ് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ. ഇതുവരെയുള്ളതിൽ കിങ് ഓഫ് പെന്റക്കിളും 2 ഓഫ് പെന്റക്കിളും നിങ്ങളുടെ എനർജിയാണ്. എന്നാൽ 5 ഓഫ് വാൻസ് കാർഡ് അവരുടെ എനർജിയാണ്. അവർ നിങ്ങളിലേക്ക് വരാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഈ നേരം ഒന്ന് വെളുത്ത് കിട്ടിയാൽ മതി. നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയണം. ഒന്നല്ലെങ്കിൽ മെസ്സേജ് നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ കോൾ വരും, നിങ്ങളെ കാണണമെന്ന് പറയും, സംസാരിക്കണമെന്ന് പറയും. അങ്ങനെ നേരെ എങ്ങനെയെങ്കിലും ഒന്ന് പുലർന്നാൽ മതിയെന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ. സമയം എണ്ണി കഴിക്കാൻ പറയില്ലേ, എത്രയും പെട്ടെന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ പറയില്ലേ, അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ എനർജിയാണ്. അടുത്ത കാർഡെന്ന് പറഞ്ഞാൽ ദ ഹൈ പ്രീസ്റ്റസ് ആണ്. എന്താണ്? നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അവരെ സഹായിക്കാനായിട്ട് അവരെ കൂടെ ഉണ്ട് എന്നൊരു എനർജി കാണിക്കുന്നു. മേ ബി യൂണിവേഴ്സ് ആയിരിക്കാം. നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചൊരു പേഴ്സൺ, നിങ്ങളിലേക്ക് ആ പേഴ്സൺ വന്നില്ലെങ്കിൽ പിന്നെ ആരാണ് അതിനെക്കുറിച്ച് എഫേർട്ട് കൂടുതലെടുക്കുക? യൂണിവേഴ്സ് അല്ലാതെ. അപ്പോൾ നിങ്ങൾ ഒത്തിരി മാനിഫെസ്റ്റ് ചെയ്തിരുന്നു അവർ തിരിച്ചു വരണമെന്ന്. എന്നാൽ തിരിച്ചു വരുമ്പോൾ അവർ പോകുമെന്നുള്ള ഭയം നിങ്ങളിലുണ്ട്. എങ്കിൽ നിങ്ങളുടെ ആ ചിന്ത, നിങ്ങൾ പ്രാർത്ഥിച്ചതിനുള്ള ഫലം ഇപ്പോൾ യൂണിവേഴ്സ് അവർക്ക് അവരുടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്നു. എന്തൊക്കെ തടസ്സം അവർക്ക് ഉണ്ടായെന്ന് വെച്ചാലും ആ തടസ്സങ്ങളെല്ലാം മാറാൻ പോകുന്നു എന്നാണ് ഇവിടെ ഈ കാർഡ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് വരികയാണ്. ഈ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തടസ്സങ്ങളുള്ള പേഴ്സൻ്റെ എനർജിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ കുറച്ച് ദിവസം എടുക്കുമായിരിക്കാം. അല്ലാത്ത എനർജീസ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 1-2 ദിവസം കൊണ്ട് നിങ്ങളിലേക്ക് വരും. അത്രയും ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നൊരു പേഴ്സൻ്റെ എനർജിയാണ്. അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓടുന്ന ഒരു പേഴ്സൺ, ഒറ്റയ്ക്ക് പോരാടുന്നൊരു പേഴ്സൺ. മേ ബി ഫാമിലി സമ്മതിക്കേണ്ടാവില്ല. മനസ്സിലായോ? നിങ്ങളിലേക്ക് വരാനായിട്ട് ഫാമിലി സമ്മതിക്കേണ്ടാവില്ല. എങ്കിലും അവരോട് പറയാണ് എനിക്ക് ഈ പേഴ്സണെ മതി,
ഇനി കാത്തിരിക്കാൻ വയ്യ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ പേഴ്സണാണ് എൻ്റെ ലൈഫിൽ വേണ്ടതെന്ന് അവരോട് പോരാടിയിട്ട് നിങ്ങളിലേക്ക് വേഗത്തിൽ ഓടി വരുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിലേക്ക് സന്തോഷം വരുന്നു എന്ന് തന്നെയാണ് 4 ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നു. വളരെ കുറച്ച് പേർക്ക് അടുത്തൊരു സമയത്തിനുള്ളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. അങ്ങനത്തെ എനർജിയും കാണിക്കുന്നുണ്ട്. നിങ്ങൾ മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം തന്നെയാണ്. നിങ്ങൾ ഹാപ്പി ആവുന്നു, നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആവുന്നു. കണ്ടുമുട്ടൽ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ ഇടയുണ്ടാവാം. അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് 4 ഓഫ് വാൻസ് കാർഡ് കാണിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്താ കാണിക്കുന്നത്? 7 ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങൾ ആഗ്രഹിച്ച ആ ലൈഫിലേക്ക് എത്താനായിട്ട് എന്തുകൊണ്ടും അർഹനാണ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും കൂടി ചേരേണ്ട ആൾക്കാർ തന്നെയാണ്. നിങ്ങൾ ആ പേഴ്സണിലേക്ക് ചെല്ലണമെന്ന് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നുണ്ട്. ആ പേഴ്സൺ നിങ്ങളിലേക്ക് വരണമെന്ന് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് ഒരു കാരണവശാലും ചിന്തിച്ച് ടെൻഷൻ അടിച്ച് ദിവസങ്ങൾ കഴിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് അതിൻ്റെ സമയത്ത് നിങ്ങളിലേക്ക് എത്തും. അത് എവിടെയും പോവില്ല. ആ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ അവർക്ക് കൊടുത്ത സ്നേഹവും സത്യസന്ധമാണെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുമെന്നാണ് ഈ ബോട്ടം ഓഫ് ദി ഡെക്ക് കാർഡ് കാണിക്കുന്നത്. മനസ്സിലായോ? ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടേ ഓറക്കിൾ കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ പറയാണ്, ഐ ഫെൽറ്റ് ലൈക്ക് യു ഡോണ്ട് കെയർ. ആദ്യമൊക്കെ നീ എന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നപ്പോൾ നീ എനിക്ക് മെസ്സേജൊക്കെ ചെയ്തിരുന്നു, കോൾ ചെയ്തിരുന്നു, എന്നെ ചേസ് ചെയ്തിരുന്നു. പിന്നെ നീ എന്നെ മൈൻഡ് ചെയ്യാതായി, നീ എന്നെ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ എന്നെനിക്ക് തോന്നുകയാണെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാണ്. ആദ്യമൊക്കെ നീ എന്നെ മൈൻഡ് ചെയ്തിരുന്നു, ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു, ഞാനാണ് നിന്നിൽ നിന്ന് അകൽച്ച പാലിച്ചത്. എന്നാൽ പിന്നെ പതിയെ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? നീ എന്നെ ഇപ്പോൾ തീരെ മൈൻഡ് ചെയ്യണില്ലാന്ന്, ശ്രദ്ധിക്കണില്ലാന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അടുത്ത കാർഡ് എന്താ? സോൾ കോൺട്രാക്റ്റ് ആണ്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗട്ട്. നമുക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചു. എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല എന്ന്, ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന്. അടുത്ത കാർഡ് എന്താ? കോൺവെർസേഷൻ മസ്റ്റ് ആണ്. നിങ്ങളൊരു തമ്മിൽ ഒന്ന് ഫോൺ വിളിക്കുകയോ കാണണമെന്ന് പറയുമോ മെസ്സേജോ ഒക്കെ അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ചിലർക്കൊക്കെ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ വിളിക്കാനായിട്ട്. ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം, നിന്നോട് സംസാരിക്കണം, എന്തെങ്കിലുമൊക്കെ നിന്നോട് മിണ്ടിയും പറഞ്ഞിരിക്കണം. ഞാൻ അത്രമേൽ ആഗ്രഹിക്കുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. എനിക്ക് ഇനിയും ഓടാൻ കഴിയില്ല. നിന്ന് ഞാൻ ഓടിയിരുന്നു, ഒത്തിരി ദൂരം ഓടി. നീ എന്നെ മറന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ബിസി ആയിട്ട് ഞാൻ പോയി. ഓടി ഞാൻ എവിടേക്ക് എത്തി. ഇനി എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ തിരിച്ചു വന്നേ പറ്റൂ. എനിക്ക് നിന്നിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. ഇനി ഓടാൻ സാധിക്കില്ല. ആ പേഴ്സൺ ഒത്തിരി നിങ്ങളിൽ നിന്ന് മാറിപ്പോവാൻ നോക്കിയെന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. എന്നാൽ യൂണിവേഴ്സ് തന്നെ മനസ്സിലാക്കി കൊടുത്തു നിങ്ങളിലേക്ക് എത്തണമെന്ന്. ഇനി ഓടാൻ സാധിക്കില്ല അവർക്ക്. അടുത്ത കാർഡ് എന്താ? കമ്മിറ്റ്മെന്റ് ആണ്. ഐ വാണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. എൻ്റെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ എന്നെ ആവശ്യം, നിന്നെ തന്നെ എനിക്ക് ആവശ്യം. ഇതിനേക്കാളും കൂടുതൽ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു തന്നെയാണ് ഇവിടെ കാർഡ് കാണിക്കുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങളുടെ കൈ പിടിച്ച് അവർ ജീവിക്കും എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് തന്നെയാണ് കൊണ്ടുവരുന്നത്. അവർക്ക് രാത്രി ഉറങ്ങാൻ സാധിച്ചിട്ടില്ല. അവരൊത്തിരി നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്നു. അവർ പേടിക്കുന്നു നിങ്ങളിനി സ്വീകരിക്കുമോ എന്ന്. നിങ്ങളാണെങ്കിലോ അവർ വന്നിട്ട് തിരിച്ചു പോവോ എന്നൊക്കെ ഭയപ്പെടുന്നു. എന്നാൽ യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. നിങ്ങളോട് രണ്ടു കൂട്ടരോടും പറയുന്നത് യൂണിവേഴ്സ് അനുഗ്രഹിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ചേർക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ ചേരുക തന്നെ ചെയ്യും കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നിങ്ങളുടെ സ്വന്തം നിംസ്.